കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനങ്ങളോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എൻ്റെ അടുത്ത് വരുവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവരിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവർ നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് എൻ്റെ പിതാവിന് ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശ്വരത്തിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഒരുപക്ഷെ ഇന്നലത്തെ വായനയുടെ തുടർ വായനയായിട്ട് സുവിശേഷം നമ്മൾ പരിചയപ്പെടുമ്പോൾ ആദ്യ വായനയിലൂടെ നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. ബുദ്ധിമുട്ടേറിയ നിമിഷത്തിലും ഇവിടം കൊണ്ട് തീർന്നു എന്ന് തോന്നുന്ന ഒരു നിമിഷത്തിലും ദൈവം നിന്നെ ഒരിക്കൽ പോലും കൈവിടിയില്ല എന്നുള്ള കാര്യം. പക്ഷേ മാനുഷികമായിട്ട് പലപ്പോഴും ചിന്തിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടോ വേദനയോ സങ്കടമോ ഒരു ആകൃതിയോ പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എന്നെ ദൈവം ഒറ്റപ്പെടുത്തി എന്നുള്ള ചിന്ത പലപ്പോഴും നമ്മളെ അലട്ടുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ മാനുഷികമായ ചിന്തകൾക്ക് പലപ്പോഴും ഫലം കൊടുത്തുകൊണ്ട് എന്നെ ദൈവം കൈപിടിഞ്ഞു എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനം 61-ാം അധ്യായത്തിൽ വളരെ ഭംഗിയായിട്ട് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം എന്നോട് കരുണ തോന്നണമേ, എന്നെ അപ്രാപ്യമായ പാറയിൽ ഇരുത്തണമേ എന്നുള്ള കാര്യം. കാരണം പലപ്പോഴും ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ആത്മീയ യാത്രയിൽ ബുദ്ധിമുട്ടേറിയ നിമിഷത്തിലും അല്ലെങ്കിൽ ഇനി എന്ത് എന്നുള്ള ചിന്തയിൽ പലപ്പോഴും ആകുലപ്പെട്ടിരിക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി യാചിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മൾ എപ്പോഴും ചെയ്യണം. ആദ്യ വായനയിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൻ്റെ ഒരു ആദ്യ ഭാഗം നമ്മൾ പരിശോധിക്കുന്നത് നമുക്കറിയാം. ഈ ഒരു കാലഘട്ടത്തിലും അതേ കാര്യം ആവർത്തിക്കുന്നുണ്ട്. ക്രിസ്ത്യാനി ഒന്നടങ്കം ആ ക്രിസ്തുവിനെ ഏറ്റുപറയുന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്നേഹത്തെ ലോകത്തെ പരിചയപ്പെടുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ആക്രമിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ജീവൻ തന്നെ പലപ്പോഴും ഹനിക്കപ്പെടുമ്പോഴും പലപ്പോഴും ആ വിശ്വാസം ഒരിക്കൽ പോലും ഏറ്റുപറയാതിരിക്കാൻ വേണ്ടി അവരുടെ അധരങ്ങളെപ്പോലും നിശ്ചലമാക്കുന്ന ഒരു കാലഘട്ടം ഇന്നും തുടരുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതുപോലെ നമ്മൾ തിരിച്ചറിയാതെ ഈ വിശ്വാസത്തെ പലപ്പോഴും ചെറുതായിട്ട് കാണുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ സുഖ സൗകര്യങ്ങൾ കൊണ്ട് പലപ്പോഴും ഈ വിശ്വാസത്തെ ഏറ്റുപറയുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ പലപ്പോഴും നമ്മൾ പോകുമ്പോഴും ഇതിന് വിലയില്ലാതായിട്ട് പലപ്പോഴും മാറുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ആ ബുദ്ധിമുട്ടേറിയ നിമിഷത്തിലും നിന്റെ കൂടെയുണ്ട് എന്നുള്ള കാര്യം തമ്പുരാൻ ആവർത്തിച്ച് പറയുന്നത് ഞാനാണ് ജീവന്റെ അപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെട്ട ജനം അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ മരുഭൂമിയിൽ അത്രത്തോളം അവരെ യാത്ര ദുഷ്കരമായിട്ട് മാറുമ്പോൾ ആശ്രയിക്കേണ്ട ദൈവത്തിൻ്റെ പരിപാലനയിൽ നിന്ന് അവർ പലപ്പോഴും പിന്തിരിഞ്ഞുകൊണ്ട് മാനുഷികമായിട്ട് ചിന്തിച്ചുകൊണ്ട് അവരോരോരുത്തരും പരാതികളും പരിഭവങ്ങളും പറയുന്നുണ്ട്. അല്ലെങ്കിൽ സ്വയമേ അവർ പലപ്പോഴും പിറുപിറുക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളിവിടെ കൊല്ലാനാണോ കൊണ്ടുവന്നത് എന്നുള്ള കാര്യം മോശയോട് ചോദിക്കുമ്പോൾ അവരോരോരുത്തർക്കും വേണ്ടി മോശ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഓരോരുത്തർക്കും മന്ന കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മന്ന ഭക്ഷിച്ച് ഓരോരുത്തരും തൃപ്തരാകുമ്പോൾ ആ മരുഭൂമിയിൽ പലപ്പോഴും ഇല്ല എന്നുള്ള നിമിഷത്തിൽ അല്ലെങ്കിൽ അതൊരിക്കലും സംഭവിക്കില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുമ്പോഴും അതവിടെ സംഭവിക്കുന്ന ഒരു ദൈവം നമുക്ക് ഓരോരുത്തർക്കുണ്ട്. അതുകൊണ്ട് തിരിച്ചറിയേണ്ടത് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ലോകത്തിലേക്ക് ഓരോരുത്തർക്കും അയക്കാനിരുന്ന മന്നയായിട്ട് ക്രിസ്തു മാറുമ്പോൾ ആ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുമ്പോൾ മന്നയേക്കാൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മളെ ഒറ്റപ്പെടുത്തി പോകാതെ അല്ലെങ്കിൽ ഒരിക്കൽ പോലും അത് നഷ്ടപ്പെടുത്തു പോകാതെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുമ്പോൾ ഈ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ ആ ശിഷ്യന്മാരെ പോലെ പലപ്പോഴും നമുക്കും പറ്റാതെ വരുന്നുണ്ട്. സ്നേഹമുള്ളവർ, തിരിച്ചറിയുക, ഈ ആത്മീയ യാത്രയിൽ എത്രത്തോളം അവിടുത്തെ കൈപിടിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം. ആ ദൈവ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ആ ദൈവത്തിനെ കൈപിടിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ അത് ഓരോ നിമിഷവും നമ്മൾ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ ബുദ്ധിമുട്ടേറിയ നിമിഷത്തിലും
അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റേതായിട്ടുള്ള പല ആകൃതികളിലും കടന്നു പോകുമ്പോൾ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യം അപ്പനും അമ്മയും പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രകാശത്തിൻ്റെ മക്കളായിട്ട് മാറാതെ പോകുന്നുണ്ട്. തിരിച്ചറിയുക, പൗലോസ് ശ്ലീഹ ഓരോരുത്തരും ഓർമ്മിച്ചതുപോലെ നിങ്ങൾ ഓരോരുത്തരും പ്രകാശത്തിൻ്റെ മക്കളാണ്, അന്ധകാരത്തിൻ്റേതല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഓരോരുത്തർക്കും, അല്ലെങ്കിൽ ഈ ആത്മീയ ജീവിതത്തിൽ എന്നെയും നിന്നെയും ഭരമേൽപ്പിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും പ്രകാശമായിട്ട് മാറുവാനും അവരായിരിക്കുന്ന അന്ധകാരത്തിൽ ക്രിസ്തുവാകുന്ന പ്രകാശത്തെ കൊടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും പറ്റണം. അന്ന് ആ മരുഭൂമിയിൽ ധൂളിയായി പോകുന്നൊരു മന്ന വർഷിച്ചിട്ടുണ്ടെങ്കിൽ, അവരോരോരുത്തരും അത് ഭക്ഷിച്ച് തൃപ്തരായിട്ടുണ്ടെങ്കിൽ, പുതിയ വായനകളിൽ കടന്നു വരുമ്പോൾ സുവിശേഷത്തിലൂടെ അവരോരോരുത്തരെയും സംതൃപ്തരാക്കിയ ആ ഒരു അപ്പം വർദ്ധിപ്പിച്ച ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാനാണ് നിനക്ക് ജീവൻ നൽകുന്ന അപ്പം. ഓരോ വിശുദ്ധ കുർബാനയിലും അത് ആവർത്തിക്കപ്പെടുമ്പോഴും ഓരോ ദിനവും എന്നെ തൃപ്തരാക്കുമ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ആ ക്രിസ്തുവാൽ നമ്മൾ ഓരോരുത്തരും നിറയുന്നുണ്ടോ എന്നുള്ള കാര്യം. എൻ്റെ വേദനയിലും സങ്കടങ്ങളിലും ആകൃതികളിലുമൊക്കെ ആ ക്രിസ്തുവിനിലേക്ക് നിറയാൻ ആഗ്രഹിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ആ ഒരു സ്നേഹത്തിൻ്റെ അതിർത്തി വരവിന് കൂടെയായി പോകുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരോടും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.